ഹായ്, എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം. യഥാർത്ഥ ദൈവമാരെന്നും ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള അവലോകനത്തെക്കുറിച്ചുമുള്ള വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 ക്രിസ്ത്യാനികളുടെ അവലോകനം കാണാത്തവർ കാണുക. ഇന്നത്തെ വീഡിയോ പാർട്ട് 2 ഇസ്ലാമിനെയും മുസ്ലിമുകളെയും കുറിച്ചുള്ള ഒരു അവലോകനം കേൾക്കാം. മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ: 1. തൗഹീദ്, കരുണാമയനും നീതിമാനുമായ ദൈവത്തിന്റെ ഏകത്വം. 2. പ്രവാചകൻ, ദൈവത്തിൽ നിന്ന് വെളിപ്പെടുത്തലുകൾ ലഭിച്ച ആദം, അബ്രഹാം, മോശ, യേശു, മുഹമ്മദ് എന്നിവരുൾപ്പെടെ നിരവധി പ്രവാചകന്മാരിൽ മുസ്ലിമുകൾ വിശ്വസിക്കുന്നു. 3. വെളിപ്പാട്, 23 വർഷത്തിലേറെയായി മുഹമ്മദ് നബിക്ക് വെളിപ്പെടുത്തിയ ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. 4. മാലാഖമാർ, ദൈവത്തിന്റെ ദൂതന്മാരായും അവന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായും മുസ്ലിമുകൾ മാലാഖമാരിൽ വിശ്വസിക്കുന്നു. 5. ന്യായവിധി ദിവസം, വ്യക്തികൾ അവരുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളാകുന്ന ഒരു ന്യായവിധി ദിവസത്തിൽ മുസ്ലിമുകൾ വിശ്വസിക്കുന്നു. ഇസ്ലാമിന്റെ 5 തൂണുകളെക്കുറിച്ച് നോക്കിയാൽ: 1. ഷഹാദ, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്നും പ്രഖ്യാപിക്കുന്നു. 2. സ്വലാത്ത്, മക്കയിലെ കബയിലേക്ക് തിരിഞ്ഞ് 5 ദൈനംദിന പ്രാർത്ഥനകൾ നടത്തുന്നു. 3. സക്കാത്ത്, സ്വന്തം സമ്പത്തിന്റെ ഒരു ഭാഗം ദരിദ്രർക്കും നൽകുക. 4. സൗം, റംദാൻ മാസത്തിൽ ഉപവസിക്കുക, പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക. 5. ഹജ്ജ്, ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ളവരാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിലേക്ക് തീർത്ഥാടനം നടത്തുക. ഇസ്ലാമിലെ പ്രധാന വ്യക്തികൾ: 1. പ്രവാചകൻ മുഹമ്മദ്, ഖുർആനിന്റെ വെളിപ്പെടുത്തലുകൾ ലഭിച്ച ഇസ്ലാമിന്റെ അന്തിമ പ്രവാചകൻ. 2. അബൂബക്കർ, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി വന്ന ഇസ്ലാമിന്റെ ആദ്യ ഖലീഫ. 3. അലി ഇബ്നു അബി താലിബ്, ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ച മുഹമ്മദ് നബിയുടെ ബന്ധുവും മരുമകനും. 4. ഇമാമുകൾ, ഇസ്ലാമിക നിയമത്തിന്റെ മാർഗനിർദ്ദേശവും വ്യാഖ്യാനവും നൽകുന്ന ഇസ്ലാമിക സമൂഹങ്ങളുടെ നേതാക്കൾ. മുസ്ലിമുകളുടെ പ്രധാന ആചാരങ്ങൾ: 1. ദിവസേനയുള്ള പ്രാർത്ഥനകൾ, മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ 5 ദിവസത്തെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു. 2. റമദാൻ, ആത്മീയ ദാനത്തിന്റെയും പുതുക്കലിന്റെയും സമയമായ റംദാൻ മാസത്തിലെ നോമ്പ്. 3. ഹജ്ജ്, മുസ്ലിമുകൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാനുള്ള മക്കയിലേക്കുള്ള തീർത്ഥാടനം. 4. ദുആ, ഇസ്ലാമിക ആചാരത്തിന്റെ അനിവാര്യ ഭാഗമായ ദൈവത്തോട് പ്രാർത്ഥനകൾ നടത്തുക. മുസ്ലിങ്ങളുടെ പാഠങ്ങൾ: 1. ഖുർആൻ, ദൈവവചനമായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥം. 2. ഹദീസ്, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ എന്നിവയുടെ ശേഖരം. 3. തഫ്സീർ, വ്യാഖ്യാനവും വിശദീകരണവും നൽകുന്ന ഖുർആനിനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ. ഇസ്ലാമിലെ ശാഖകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ: 1. സുന്നി ഇസ്ലാം, ഏകദേശം 85% മുസ്ലിമുകൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശാഖ. 2. ഷിയ ഇസ്ലാം, ഏകദേശം 15% മുസ്ലിമുകൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ വലിയ ശാഖ. 3. സൂഫിസം, ആത്മീയ വളർച്ചയ്ക്കും ആന്തരിക ശുദ്ധീകരണത്തിനും പ്രാധാന്യം നൽകുന്ന ഇസ്ലാമിന്റെ ഒരു നിഗൂഢ ശാഖ. മുസ്ലിമുകളുടെ പ്രധാന അവധി ദിവസങ്ങൾ: 1. ഈദുൽ ഫിത്തർ, വിരുന്നും സമ്മാനദാനവും നിറഞ്ഞ റമദാനിന്റെ അവസാനം ആഘോഷിക്കുന്നു. 2. ഈദുൽ അദ്ഹ, പ്രവാചകൻ ഇബ്രാഹിം തന്റെ മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ആഘോഷം. ഇത് ത്യാഗത്തിന്റെയും ദാനധർമ്മത്തിന്റെയും ആഘോഷമാണ്. 3. മൗലിദ് അൽ നബി, മുഹമ്മദ് നബിയുടെ ജനനം ആഘോഷിക്കുന്നു. ഇത് ചിന്തയുടെയും ആഘോഷത്തിന്റെയും ആഘോഷമാണ്. അവസാനമായി ഇസ്ലാമിക മൂല്യങ്ങൾ എന്താണെന്ന് നോക്കിയാൽ: 1. കരുണ, എല്ലാ ജീവജാലങ്ങളോടും ദയയും കാരുണ്യവും കാണിക്കൽ. 2. നീതി, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീതിയും സമത്വവും ഉയർത്തിപ്പിടിക്കുക. 3. സത്യസന്ധത, എല്ലാ ഇടപെടലുകളിലും സത്യസന്ധതയും സുതാര്യതയും പുലർത്തുക. 4. ബഹുമാനം, എല്ലാ വ്യക്തികളോടും അവരുടെ പശ്ചാത്തലമോ വിശ്വാസങ്ങളോ പരിഗണിക്കാതെ ബഹുമാനവും അന്തസ്സും കാണിക്കുക. ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനം മാത്രമാണിത്. നിങ്ങൾക്ക് പ്രത്യേക ചോദ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹിന്ദുമതത്തിന്റെ അവലോകനവുമായി ഉടൻ പാർട്ട് 3യുമായി നമുക്ക് കാണാം. കഥ അവസാനിക്കുന്നില്ല, മനുഷ്യർ ഉള്ള കാലത്തോളം അത് തുടർന്നുകൊണ്ടേയിരിക്കും.